രക്ഷയുടെ ഈശോ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ നിങ്ങൾക്കെല്ലാവർക്കും? നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന്. എന്താണെന്നോ, നല്ല പുത്തൻ ഉടുപ്പും നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് എന്ത് സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് എല്ലാവരും ഇരിക്കുന്നേ. നല്ല സുന്ദര കുട്ടന്മാരായിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നല്ല സന്തോഷത്തോടെ ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണെന്നോ? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ്. ഈശോ ആരെയാണ് ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത്? കുഞ്ഞുങ്ങളെ. നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ പേരൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? സിസ്റ്റർ പറയും, സിസ്റ്ററിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചേർന്ന് പറയണേ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ. ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. എല്ലാവരും കൈകൾ കൂപ്പി ഈ സ്ക്രീനിൽ കാണുന്ന ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി ഈശോയെ തന്നെ നോക്കി നിൽക്കണേ. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അങ്ങയുടെ വലതുകരത്താൽ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്കൊരു സ്തുതി പറഞ്ഞാലോ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എങ്കിൽ നമുക്കിരിക്കാം. നമുക്കിരുന്ന് നമുക്കിന്നത്തെ ക്ലാസ് നമുക്ക് ശ്രവിക്കാം. സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആരാകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പപ്പയെ പോലെ വലിയ മീശയും താടിയൊക്കെ വെച്ച് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നിങ്ങൾക്ക് വലിയതാകാൻ ഇഷ്ടമല്ലേ? ഇപ്പോൾ തന്നെ കുറേ പേര് വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ആരും വണ്ടിയൊന്നും ഓടിക്കേണ്ട കേട്ടോ. നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ നമുക്കിരുന്ന് സിസ്റ്ററും കൂടാം നിങ്ങളുടെ കൂടെ വണ്ടി ഓടിക്കാൻ. ഇനി പെൺകുട്ടികൾക്കാണെങ്കിലോ മമ്മിയെ പോലെ സാരിയൊക്കെ ഉടുത്ത് ചുരിദാറൊക്കെ ഇട്ട് കഞ്ഞിയും കറിയൊക്കെ വയ്ക്കാൻ, അധ്യാപികമാരായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ, മറ്റു ജോലിയൊക്കെ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ആകാനല്ലേ നിങ്ങൾക്കിഷ്ടം? ഇതിനല്ലേ നിങ്ങൾ രാവിലെ പപ്പയും മമ്മിയും ഒക്കെ നിങ്ങൾക്ക് പാല് തരുന്നു, മുട്ട തരുന്നു, ബൂസ്റ്റ് തരുന്നു. ഇങ്ങനെയുള്ളതൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് തരുന്നത്? പപ്പയെ പോലെ മമ്മിയെ പോലെയൊക്കെ നിങ്ങൾ വലുതാകാൻ വേണ്ടിയിട്ടാണ് പപ്പയും മമ്മിയും ഒക്കെ നിങ്ങൾക്ക് രാവിലെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ തരുന്നത്. ഇനി ഈശോ ഈ മുതിർന്ന ആൾക്കാരോട്, പപ്പയോടും മമ്മിയോടും സിസ്റ്റർമാരോടും വലിയ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ ഈശോ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈശോ പറയുന്നത് ഈശോ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാകാനാണ് ഈശോ പറയുന്നത്. അതെന്താണെന്നോ? അത് സിസ്റ്റർ പറഞ്ഞു തരാം. ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞുങ്ങളോടാണ്. എന്തുകൊണ്ടാണെന്നോ? കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കുഞ്ഞുങ്ങളെപ്പോലെയുള്ള മനസ്സുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. ബൈബിളിലെ ഒരു സംഭവം സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി കുറേ അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ എടുത്ത് തോളത്ത് വെച്ചും നടത്തിയും ഒക്കെ ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുക. അപ്പോൾ ശിഷ്യന്മാരെന്താ പറഞ്ഞെന്നോ? ശിഷ്യന്മാർ പറഞ്ഞു, നില്ല ഇപ്പോൾ ഈശോയുടെ അടുത്തേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞ് അവരെ അവിടെ തടഞ്ഞു നിർത്തി. ഈശോ ഈ ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഒക്കെ തടഞ്ഞു നിർത്തുന്നത് കണ്ടപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, അവരെ തടയേണ്ട, കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യമെന്ന്. അപ്പോൾ ഈശോ ദൈവരാജ്യം ആർക്കാ നൽകിയിരിക്കുന്നത്? കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്കാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ് ദൈവരാജ്യം? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദൈവരാജ്യം? കുഞ്ഞുങ്ങളെ ഈശോ സ്നേഹിക്കുന്നു. എന്താണ് നിഷ്കളങ്കത? ഈ 3 കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈശോയും മാതാവും യൗസേ പിതാവും സകല വിശുദ്ധരും ഉള്ള സ്ഥലമാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ എപ്പോഴും എന്തുണ്ട്?
അവിടെ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഈ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവരാജ്യം ആർക്കുള്ളതാണെന്ന് ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞത് അത് കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണ്, കുഞ്ഞുങ്ങളെപ്പോലെ മനസ്സുള്ളവർക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ഈ മുതിർന്നവരോടും എന്താ പറഞ്ഞത്? ശിഷ്യന്മാരോടും അമ്മമാരോടൊക്കെ എന്താ ഈശോ പറഞ്ഞത്? അവരെ തടയേണ്ട, എന്തെന്നാൽ അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യമെന്ന്. എന്താണ് നിഷ്കളങ്കത എന്നാണ് സിസ്റ്റർ പറയാൻ പോകുന്നത്. ഈ ദൈവരാജ്യം ആർക്കാണെന്നാണ് പറഞ്ഞത്? കുഞ്ഞുങ്ങൾക്ക്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ദൈവരാജ്യം നൽകുന്നത്? കുഞ്ഞുങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണ്. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത അവസ്ഥ. കളങ്കമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്യാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ്. അതാണ് വിശുദ്ധി. അപ്പോൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളാണ് എവിടെയുള്ളത്? സ്വർഗരാജ്യത്തിലുള്ളത്. വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്കാണ് എന്ത് ലഭിക്കുന്നത്? സ്വർഗരാജ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധരായ കുഞ്ഞുങ്ങൾ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുന്നവരായിരിക്കും. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദുഷ്ടതയോ പാപമോ വെറുപ്പോ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഈശോ അവർക്ക് എന്തു നൽകുന്നത്? ദൈവരാജ്യം നൽകുന്നത്. ഇങ്ങനെ പാപവും വെറുപ്പും ദുഷ്ടതയും ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായ മനസ്സുള്ളവരായിരിക്കാനാണ് ഈശോ ആരോട് പറയുന്നത്? മുതിർന്ന ആൾക്കാരോട്. അതായത് പപ്പയെപ്പോലെയും മമ്മിയെപ്പോലെയും ഒക്കെയുള്ള വലിയ വലിയ ആൾക്കാരോട്, ചേട്ടന്മാരോട്, ചേച്ചിമാരോട്, സിസ്റ്റർമാരോട്, അച്ഛന്മാരോട്, ഇങ്ങനെ മുതിർന്ന എല്ലാ ആൾക്കാരോടും ഈശോ പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളുടെ മനസ്സുപോലെ നിങ്ങളുടെ മനസ്സും വിശുദ്ധിയുള്ളതായിരിക്കണം. ഈശോയുടെ അടുത്തു വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഈശോ അനുഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത്. ഈശോ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചോ? ഇല്ല. നമ്മൾ വചനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടോ? ഇല്ല. ഈശോയുടെ അടുത്തു വരുന്ന കുഞ്ഞുങ്ങളെ, ഈശോയുടെ ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ എടുക്കുന്നു, മടിയിൽ വയ്ക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇവിടെ. നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞല്ലോ, ദൈവാലയം. ഇപ്പോൾ ദൈവാലയത്തിൽ പോകുമ്പോൾ ഏറ്റവും മുന്നിൽ പോയിരിക്കണമെന്നൊക്കെ സിസ്റ്റർ പഠിപ്പിച്ചില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ? ദേവാലയത്തിൽ പോകുമ്പോൾ ഈശോയുടെ ഏറ്റവും അടുത്തായിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ അനുഗ്രഹം മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയുടെ ഏറ്റവും മുൻഭാഗത്തേക്ക് പോയിരിക്കണം. മുൻഭാഗത്ത് പോയിരുന്നാൽ എന്തു ചെയ്യും? ഈശോയുടെ അടുത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈശോ എടുത്ത് മടിയിൽ വയ്ക്കും, ഈശോ അനുഗ്രഹിക്കും. നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെയും കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ മമ്മിയും പപ്പയും ഒക്കെ ഇരിക്കുന്നവരെ പുറകിലിരിക്കണോ? അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹം മേടിക്കേണ്ട കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ ഓടി മുൻപിൽ പോയിരിക്കണം. നമുക്ക് വേഗം ഒരു പാട്ട് പഠിച്ചാലോ? നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന ഈശോയോട് ചേർന്നിരുന്ന് നമുക്കൊരു പാട്ട് പഠിക്കാം. സിസ്റ്റർ പാടിത്തരാം. ഇത്രയും നാൾ നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ അറിയാവുന്ന പാട്ടായിരുന്നു സിസ്റ്റർ പഠിപ്പിച്ചത്. ഇത് നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടു പഠിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ പപ്പയെയും മമ്മിയെയും ഒക്കെ ഈ പാട്ട് പഠിപ്പിക്കേണ്ടത്. സ്നേഹസ്വരൂപനാം എൻ്റെ ഈശോ, കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു, തന്നാലും നിന്നാശിസ്സുകൾ. പൈതങ്ങൾ എൻ പക്കൽ വന്നിടട്ടെ, എൻ പക്കൽ വന്നു വസിച്ചിടട്ടെ, എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പാട്ട്? നമുക്ക് ഹോംവർക്ക് എന്താണെന്ന് കേട്ടിട്ട് ഒറ്റ പ്രാവശ്യം കൂടെ ഈ പാട്ട് കേൾക്കാം. കേട്ടോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോംവർക്ക് എന്താണെന്നോ? നമ്മുടെ പാഠപുസ്തകത്തിലെ 54-ാമത്തെ പേജിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ ചിത്രം നിങ്ങൾ കണ്ടോ? ഈ അനുഗ്രഹിക്കുന്ന ഈശോയുടെ ചിത്രത്തിനു താഴെ നിങ്ങളുടെ പേരെഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പേര് അവിടെ എഴുതി വയ്ക്കണം. പേരെഴുതുന്ന പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഈ തന്നിരിക്കുന്ന സ്ഥലത്ത് പേരെഴുതുന്ന കുഞ്ഞുങ്ങളെ ഈശോ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് നമ്മുടെ ഹോംവർക്ക്.
നമുക്ക് ഒരിക്കൽ കൂടി ആ പാട്ട് ഒരിക്കൽ കൂടി പഠിച്ച് പാടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. സ്നേഹസ്വരൂപനാം എൻ്റെ ഈശോ, കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു. തന്നാലും നിന്നാശിസ്സുകൾ പൈതങ്ങൾ എൻ പക്കൽ വന്നിടട്ടെ, എൻ പക്കൽ വന്നു വസിച്ചിടട്ടെ. എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. നമുക്കിനൊരു കാര്യം ചെയ്യാം, വേഗം കുരിശ് വരച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.